അവിടെ വച്ചിരുന്നതൊക്കെ ജ്യോത്സ്യം പറഞ്ഞതുകൊണ്ട് ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുത്തു. ഏത് ക്ഷേത്രത്തില്? ഇവിടെ അടുത്ത് കുടുംബക്ഷേത്രത്തിൽ. അന്ന് രാത്രി സായിക്ക് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? വേണം സർ. ഒരിക്കൽ കൂടി ഒരു 10 മിനിറ്റ് ഈ മുറിയിൽ തനിച്ച് കഴിയാൻ സാധിച്ചാൽ അത് മനസ്സിലാവും. ധൈര്യമായിട്ട് പോകും. പേടിയാണോ? സോറി സർ. ചാക്കോ, ശങ്കരേട്ടാ, ഡോക്ടർ, ആർ യു റെഡി? ദേവസ്വം എന്ന് പറയുന്നു, നോക്കുന്നോ? അപ്പൊ ഒരു 10 മിനിറ്റ് നേരം ആ മുറിയിൽ ഒറ്റക്കിരിക്കാൻ ധൈര്യമുള്ളവരാരും ഈ കൂട്ടത്തിലില്ല. ആ കുഞ്ഞിനെന്ത് ധൈര്യമാ കുടുംബ ഇവിടെ
മിടുക്കി. നിന്റെ ധൈര്യം ഇവിടെയുള്ളവർക്ക് ആർക്കും ഇല്ലാതെ പോയല്ലോ. പോമാ. ഈ സംഭവത്തിൽ നിന്ന് സായിക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല സർ. Then it needs explanation. സായി ഇതിനു മുമ്പ് പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ നാച്ചുറലിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സർ. പിന്നെ ഒരിക്കലും കാണാത്തതോ മനസ്സിലാക്കാത്തതോ ആയ ഒന്നിനെ എങ്ങനെ തോൽപ്പിക്കും? സായി എന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചത് സായിയുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഭൂതപ്രേതാദികളെ കുറിച്ചുള്ള ഓർമ്മകളെയും ഭയങ്ങളെയും. ഈ മുറിയെന്ന് വേണ്ട, ജസ്റ്റ് എനി റൂം. നമ്മൾ സ്ഥിരമായി കിടന്നുറങ്ങുന്ന ബെഡ്റൂമിനെ ചൂണ്ടി കാപ്പറയെ പോലൊരാൾ ഈ രാത്രി ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാമോ എന്ന് ചോദിച്ചാൽ ആരായാലും ഒന്ന് ഞെട്ടും. പിന്നെ അല്ലേ ഭൂതപ്രേതാദികളുടെ ആവാസ സ്ഥലമെന്ന് ഈ വീട്ടുകാർ തന്നെ പ്രചരിപ്പിച്ചിരിക്കുന്ന ആ മുറി ചെന്ന് കിടക്കുന്നത്. കിടുകിടയല്ല, അടിമുടി വരയ്ക്കും. ഒരു ചാലഞ്ചിനും ആ ഭയത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. മുറിയിൽ കിടന്നതും സായി സംഭരിച്ചു വെച്ച ധൈര്യം എല്ലാം ചോർന്നുപോയി. ഭയം നിങ്ങളെ കീഴടക്കി. പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക. ഒച്ച വെച്ച ആളെ കൂട്ടാനോ വന്ന വാതിലൂടെ പുറത്തു പോകാനോ അഭിമാനമുള്ള നിങ്ങളുടെ ബോധമെന്ന് സമ്മതിച്ചില്ല. പക്ഷെ അകത്തൊട്ട് നിൽക്കാനും വയ്യ. യുവർ ഇൻ എ സെൽഫ് ഹിപ്നോട്ടൈസിംഗ് സ്റ്റേജ്. പിന്നെ നിങ്ങളെ നിയന്ത്രിച്ചത് മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. അതുകൊണ്ടാണ് മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടതും തൊഴുത്തിൽ പോയി കിടന്നതൊന്നും നിങ്ങളുടെ ബോധ മനസ്സ് ഓർക്കാത്തത്. സായി എന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? കം. സായി ആ വാതിൽ കണ്ടു? യെസ് സർ. ആ വാതിൽ തുറന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല. ഈ വാതിൽ തുറന്നാണ് സായി എന്ന് പുറത്തേക്ക് പോയത്. ഒരു ഇതിലൂടെ ഇറങ്ങി ഓട് വഴി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടെ എവിടെയോ കാല് തട്ടിമുറി. ഒരു ഹിപ്നോട്ടിസ്റ്റിനെ കണ്ടാൽ കുറച്ചുകൂടെ ബോധ്യമാവും. വേണ്ട സർ, എനിക്ക് ബോധ്യായി. പക്ഷേ ആ കുഞ്ഞെന്താ സർ ഒന്ന് കരയ പോലും ചെയ്യാത്ത? ആ കുഞ്ഞിന് അത്തരം ഓർമ്മകളോ മാനസിക ഭയങ്ങളോ ഒന്നും വിരിയാറായിട്ടില്ല. അതുകൊണ്ടാണ് യാതൊരു കൂസലും കൂടാതെ മുറിക്കകത്തിരുന്നത്. ഭയം നമ്മുടെയൊക്കെ ഉള്ളിലാണ്, പുറത്തല്ല. ഈ ഭയം എങ്ങനെ ഇല്ലാതാക്കും? ഭയത്തെ മനസ്സിലാക്കണം, നിരീക്ഷിക്കണം. ഭയത്തിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടരുത്. അനുസരിക്കുകയും വരും. ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒബ്സർവ് ഇറ്റ്. അന്ന് ആ പൂജാമുറിക്കകത്ത് ഒരു മൂല നോക്കി നായ വല്ലാതെ ഓളിയിട്ടു. ആ മൂല നോക്കി തന്നെ സാറും കാപ്പറും എന്തോ കണ്ട് ഭയന്ന് മാറിയതുപോലെ തോന്നി. അതിന് കാരണം എന്താ? അത് റിഫ്ലക്സ് ആക്ഷൻ ആണ്, അലർട്ട്നെസ് എന്നും പറയും. നല്ലതുപോലെ ശ്രദ്ധിക്കാൻ കഴിയുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ സെൻസിറ്റിവിറ്റി കൂടും. എനിക്ക് അങ്ങനെ ഒരു അലർട്ട്നെസ് തോന്നാൻ കാരണം ആ മുറിയിലൂടെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റൽ ബോഡിയുടെ പ്രസൻസ്. വൈറ്റൽ ബോഡി എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരം. അതിനെ എർത്ത് ബൗണ്ട് സ്പിരിറ്റ് എന്നും വിളിക്കാം. ആരുടെ വൈറ്റൽ ബോഡിയാ മുറിയിൽ? മേ ബി മൈഥിലി. കയ്യോ കാലോ മുറിച്ചു മാറ്റിയവരോട് ചോദിച്ചാൽ അവര് പറയും കുറെ കാലത്തേക്ക് ആ അവയവങ്ങൾ അവിടെ തന്നെ ഉള്ളതായി തോന്നിയിരുന്നു. അതിന് കാരണം ആ വാക്വം ഈ വൈറ്റൽ ബോഡി ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ പ്രേതം എന്നൊക്കെ കേൾക്കുമ്പോ ഉള്ളിലെ ഓർമ്മ വെച്ച് ഭയപ്പെടേണ്ടയോ പരിഭ്രമിക്കേണ്ടയോ കാര്യമില്ല. ആര് മരിച്ചാലും ഈ സൂക്ഷ്മ ശരീരം ശേഷിക്കും. അതുകൊണ്ടാണ് അതിന് ശേഷമുള്ള ക്രിയകൾക്ക് ശേഷക്രിയ എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെ മതവിശ്വാസം അനുസരിച്ച് മാറിയെന്നിരിക്കും. അല്ലാതെ പ്രേത ആരെയും പേടിപ്പിക്കില്ല, പ്രതികാരം ചെയ്യില്ല. വേഷം മാറാനോ വെള്ളസാരി കൊടുത്ത് പാട്ടുപാടി നടക്കാനോ ഒന്നും പ്രേതത്തിന് കഴിയില്ല. പിന്നെ എന്തിനാ സാർ അതിന് ദോഷമെന്ന് പറയുന്നത്? ആത്മഹത്യ, കൊലപാതകം തുടങ്ങിയ ദുർമരണങ്ങൾ സംഭവിച്ചവരുടെ സൂക്ഷ്മ ശരീരം ചിലപ്പോൾ ദോഷകരമായി നിലനിൽക്കും. ആ വൈറ്റൽ ഫോഴ്സ് അതുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് പറയാറുണ്ട്. ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ എന്തൊക്കെ കർമ്മം ചെയ്തു, എന്നിട്ടും എന്താ അത് ഇവിടുന്ന് പോവാത്തത്? അതിന്റെ കാരണവും ഈ കേസിന്റെ അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മൈഥിലിയുടെ മരണത്തെക്കുറിച്ച് മറ്റു ചിലർക്ക് കൂടെ അറിവുണ്ട്. അത് ഭൂതമായാലും പ്രേതമായാലും മനുഷ്യരായാലും കണ്ടുപിടിച്ചിരിക്കും. That's our job. Yes, come in. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അല്ല, വേറൊരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്? വാ. വരൂ രശ്മി. Sit down.
ഇതാണല്ലേ രശ്മി? അതെ. ഇരിക്കെ. CBI എന്നൊക്കെ പറഞ്ഞപ്പോ രശ്മിക്ക് ആകെ പരിഭ്രമം. കൂട്ടത്തിൽ മന്ത്രവാദിയാണെന്ന് കൂടെ പറഞ്ഞു കാണും. ചാക്കോ, ആർ ഫ്രീ? ഇവിടെ 3-4 ഗസ്റ്റ് ഉണ്ട്. ഓക്കെ. രശ്മി എന്ത് ചെയ്യുന്നു? രശ്മിയുടെ വിവാഹം കഴിഞ്ഞു. സെറ്റിൽഡ് തൃശ്ശൂർ. രണ്ടുപേർക്കും ജോലിയുണ്ട്. ഒരേ സ്ഥലത്ത്? അല്ല, 2 ഫോമില. രശ്മിക്ക് അനതയേക്കാൾ കൂടുതൽ പ്രദീപിനെ കുറിച്ച് അറിയാം സർ. ഓ, അത് കൊള്ളാമല്ലോ. പറയൂ, കേക്കട്ടെ. അറിയാന്ന് വെച്ചാ 3-4 വർഷം മുമ്പത്തെ കാര്യങ്ങളെ അറിയാവൂ. 3-4 വർഷം മുമ്പുള്ള കാര്യങ്ങളാ ഞങ്ങൾക്കും അറിയേണ്ടത്. പ്രദീപിന്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോ തന്നെ പ്രദീപിന്റെ അച്ഛന് ഇപ്പോഴുള്ള സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രദീപിന്റെ അമ്മ തന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ മരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രദീപിന്റെ പേരിലേക്ക് മാറ്റിയിരുന്നു. അമ്മയുടെ മരണശേഷം ആ സ്വത്തുക്കളൊക്കെ തങ്ങളുടെ പേരിലേക്ക് ആക്കാനും പിന്നെ പ്രദീപിനെ മതം മാറാനും അവരൊരുപാട് നിർബന്ധിച്ചു. പക്ഷെ പ്രദീപ് രണ്ടിനും വഴങ്ങിയില്ല. പ്രദീപിന്റെ അമ്മയുടെ മരണശേഷമാണോ പ്രദീപിന്റെ ഫാദർ ഇപ്പോഴുള്ള സ്ത്രീ വിവാഹം കഴിച്ചത്? അതെ, ആദ്യം മതം മാറി പിന്നെ വിവാഹം ചെയ്തു. ഏതായി തന്ത? എന്താ പേര്? ജോർജ് സി നായർ. ജോർജ് സി നായർ. ആദ്യം NC നായർ, അങ്ങനെ എന്തോ ആയിരുന്നു അയാളുടെ പേര്. പ്രദീപ് ഇപ്പൊ എവിടെ ഉണ്ട്? അറിയില്ല സർ. മൈഥിലിയുടെ അച്ഛനെ ഭീഷണിപ്പെടുത്തില്ലേ ഫോണിലൂടെ? മകളുടെ പ്രേമം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അതും ഈ നായർ തന്നെ ആവും സർ. ഈ പ്രദീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആർക്കായിരുന്നു? ഒരു അനിൽ തോമസ്, മുകുന്ദൻ, പിന്നെ റിച്ചി നെടുങ്ങാടൻ. ഇതില് റിച്ചിയും മുകുന്ദനും ഹോസ്റ്റലിലെ പ്രദീപിന്റെ റൂംമേറ്റ്സ് ആയിരുന്നു അല്ലേ? അപ്പൊ ശരി സായി, കാണാം. താങ്ക് യു. ഓക്കെ സർ. മറ്റേ സാർ. ശരി, ഓക്കെ. മകനിപ്പോ ഒന്നുകിൽ അച്ഛന്റെ കസ്റ്റഡിയിൽ, അല്ലെങ്കിൽ എനിവേ ഐ ഹാവ് എ ഡൗട്ട്. ഈ ജോർജ് ചക്കാലക്കൽ കൺവെർട്ട് നായരെ എമർജൻസി ആയിട്ടൊന്ന് കാണേണ്ടിയിരിക്കും. അതുവഴി വേണം പ്രദീപിലേക്ക് എത്താൻ. ഒപ്പം പ്രദീപിന്റെ ഫ്രണ്ട്സ് അനിൽ തോമസ്, മുകുന്ദൻ, റിച്ചി നെടുങ്ങാടൻ.